ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വെള്ളിയാഴ്ച അപ്പോൾ കുറേ പേര് ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി ആൻറ്റി ഡോക്ടറെ അടുത്ത് പോയിട്ടെന്നൊക്കെ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. അപ്പോൾ പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഇത്തിരി നേരത്തോടെ എണീറ്റു നിന്ന് കേട്ടോ. എണീറ്റതാ പുറത്ത് നോക്കിയപ്പോൾ നല്ല അന്തരീക്ഷം, മഴയൊന്നുമില്ല. അപ്പം നമുക്ക് യാത്രയ്ക്കൊരു സുഖമുണ്ടല്ലോ. സംഭവം എത്ര ചൂടെന്ന് പറഞ്ഞാലും മഴയാണ് നമുക്കിഷ്ടം. പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗേറ്റ് തുറക്കണം വരെ മഴ കുടയും കൊണ്ട് അവിടെ പോകണം, അവിടെ നിന്ന് തുറക്കണം, വലിയ പണിയാണ്. അപ്പോൾ വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ പ്ലാവ് കണ്ടു. അപ്പോൾ അവരെ വിളിച്ചിട്ട് കിട്ടണില്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല. ഇനിയിപ്പോൾ നേരിട്ടൊന്ന് പോകണം. ഇത് കാണുമ്പോൾ അങ്ങടെ ചെരിഞ്ഞിരിക്കണം, പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ വേര് മൊത്തം നമ്മളുടെ മതിലിൻ്റെ അടിയിലേക്കാണ് നിൽക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പോയിട്ട് ഗൗരവമായിട്ട് പറയണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല. അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെയൊക്കെ ആകെ പൊടിയാണ് കേട്ടോ. ഞാൻ ഒതുക്കിയിട്ട പോലെ അവിടെ കിടക്കുകയാണ്. ഒന്നിനും പിന്നെ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴാണ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് വല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ആ കിട്ടിയ ദിവസമായിരുന്നു മിനിയാന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ നടയിലിരിക്കുന്ന ചട്ടി പോലും വെള്ളച്ചട്ടിയുടെ ഉള്ളിലേക്ക് ഇറക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് അവിടെ നിന്ന് കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും ഡാഡി ഓൾറെഡി കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്നലെ നൂലപ്പം ഉണ്ടാക്കി വെച്ചിട്ട് മുട്ടക്കറി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തൽക്കാലം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ് കാപ്പി മാത്രം കുടിച്ചിട്ട് ഞങ്ങളിറങ്ങി കേട്ടോ. ഞങ്ങളിറങ്ങി നേരെ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് അവിടെ നിന്ന് പതുക്കെ പോയി നോക്കിയപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാറില്ലേ, നമ്മളുടെ നടത്തറ പൂച്ചട്ടി തൊട്ട് നടത്തറ വരെ ഇപ്പം നിറച്ച് കടകളും കാര്യങ്ങളൊക്കെയാണ്. പറമ്പുകളൊക്കെ ഭയങ്കര ഭംഗിയിൽ കിടക്കുക. വേറൊരു ആംബിയൻസാണ് ഇപ്പോൾ കേട്ടോ. നമ്മളുടെ മറ്റേത് പൂച്ചട്ടി നടത്തറ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉൾപ്രദേശം പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ കടകളും കാര്യം ഇപ്പോൾ കണ്ടു, ഫുൾ സെൻറ്ററിലുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അത്രയും വണ്ടികളും തിരക്കുമായി തുടങ്ങി പൂച്ചട്ടിയിൽ നിന്ന് നടത്തറയ്ക്ക് പോകണ ആ ഒരു ഇതിൽ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ എന്താ പറയുക, സിഗ്നൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മനസ്സിൽ വരുന്നത് നെല്ലിക്കുന്ന് പള്ളിയാണ്. കാരണം അമ്മ ഉള്ള സമയത്ത് നമ്മൾ എപ്പോഴെപ്പോഴും ഓടിപ്പോയി നിന്നിട്ട് ഇപ്പോൾ കുറേ ഗ്യാപ്പിന് ശേഷം അങ്ങോട്ട് പോകാൻ പറ്റാണ്ടാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. അവിടെ എത്തുമ്പോൾ ഓർമ്മ വരും. അപ്പോൾ പള്ളി എത്തുമ്പോൾ ഓർക്കും അമ്മേനെ. കാരണം അല്ലാണ്ട് വേറെ നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ ഓർക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കയറണം എന്നൊക്കെ വിചാരിച്ച് പോകുമ്പോഴാണെന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഒന്നും നടന്നില്ല കേട്ടോ. സാധാരണ ഞാനൊരു ചെക്കപ്പിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അമ്മച്ചിയുടെ അടുത്ത്, അമ്മയുടെ അടുത്ത്, കസിൻ്റെ അടുത്ത്, പിന്നെ ചേച്ചിയുടെ അടുത്തൊക്കെ പോയിട്ടാണ് പോകാറ്. പക്ഷേ ഇന്ന് എനിക്കൊന്നിനും പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴികളാണ്. അപ്പോൾ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് മിഷൻ ഹോസ്പിറ്റലാണ്. പക്ഷേ അവിടെ ചെന്നിട്ടുള്ള അസൗകര്യം ഓർത്തിട്ടാണ് നമ്മൾ ദയയിലേക്ക് പോണത്. കാരണം അവിടുത്തെ ആ തിക്കും തിരക്കും ബഹളവും, പിന്നെ അവിടുത്തെ ഫോർമാലിറ്റീസ് കുറേ കൂടുതലാണ്. പിന്നെ ബുക്ക് ചെയ്യാനായിട്ട് രാവിലെ പോയിട്ട് വേണം. അപ്പോൾ അങ്ങനെ കുറേ നൂലാമാലകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് ദയയിലേക്ക് പോണത് കേട്ടോ. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് നടത്തറ സെൻറ്ററിലെ കാരുണ്യമുണ്ട്. അപ്പോൾ അതൊക്കെയുള്ള കാരണം പിന്നെ അത്രയും ഉണ്ട്, കുറേ ഹോസ്പിറ്റലുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും വേണ്ടി വന്നാൽ ഓടിപ്പോകാൻ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ മാത്രമാണ് കേട്ടോ. അതെങ്ങനെ വന്നാലും നമ്മൾ ഓടി തറവാട് പോലെ അങ്ങോട്ടാണ് എത്തുക. പണ്ടൊക്കെ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എനിക്ക് കാണാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പേടിയാണ് അത് കാണുമ്പോൾ. കാരണം നമ്മുടെ പാച്ചുവിൻ്റെ ഒരു അനുഭവം. അങ്ങനെ അവിടെ നിന്ന് ബിഷപ്പ് പാലസ് വഴി, അപ്പോൾ ബിഷപ്പ് പാലസിൻ്റെ അവിടെ എത്തുമ്പോഴും നമുക്ക് കുറേ ഓർമ്മകളാണ്. ബിഷപ്പ് പാലസിൽ കയറി ഇറങ്ങിയ ദിവസങ്ങൾ. അത് കഴിഞ്ഞത് നമ്മുടെ മറ്റേ മ്യൂസിയത്തിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ ഞാൻ പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പറയണതാണ് കേട്ടോ. അപ്പോൾ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിറച്ച് ഉപ്പിലിട്ടതാണ് ഈ അറ്റം തൊട്ട് അറ്റം വരെ ഉണ്ടാവുക. പിന്നെ ഞാവൽപ്പഴം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പിലിട്ടത് സംഭവം കാണുമ്പോൾ വെള്ളം വരുമെങ്കിൽ ഞാൻ ഇന്ന് വരെ അത് വാങ്ങി കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴിക്കായതുകൊണ്ട് അങ്ങനെ തോന്നാറില്ല. അങ്ങനെ അവിടെ നിന്ന് ശരിക്കും നമ്മുടെ അശ്വിനിയുടെ സെൻറ്റർ എത്തി. അതായത് ബിഗ് ബസാറ്, അശ്വിനി, പിന്നെ നമ്മുടെ ബിസ്മി, അങ്ങനെയുള്ള സെൻറ്ററിൽ നിന്ന് ശരിക്കും റൈറ്റിലേക്ക് തിരിഞ്ഞ് ആ റൂട്ടിലാണ് നമ്മുടെ ദയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ആ പോകുന്ന വഴി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ദയയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഓർമ്മ ആദ്യം ഞങ്ങൾ ഡോക്ടർ സജി പറഞ്ഞിട്ടാണ് നമ്മൾ ദയയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ദയയെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ദയയിൽ അവിടെ ചെന്ന് സജിയാണ് പരിചയപ്പെടുത്തി. പിന്നെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഡാഡിയുടെ സർജറി ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് ആദ്യം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പാച്ചുവിനും പിന്നെ നമ്മളുടെ ചാക്കോച്ചനും ഒക്കെ ഇവിടെ തന്നെയാണ് വരാറ്. തോമൂന് അങ്ങനെ കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അപ്പാപ്പനും ചാക്കോച്ചനും പാച്ചുവാണ്. പാച്ചു പിന്നെ ഇവിടെ നിന്ന് പിന്നെ ആസ്റ്ററിലേക്കാണ് കേട്ടോ പോയത്.
അപ്പോൾ അങ്ങനെ ഇവിടുത്തെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നേരെ വന്ന് നമ്മൾ കൗണ്ടറിൽ അവിടെ ഇരുന്നാൽ മതി. അവിടുന്ന് പിന്നെ നമ്മൾ ടോക്കൺ നമ്പർ അനുസരിച്ച് ഏത് ഡോക്ടറാണോ അവിടേക്ക് ഇങ്ങോട്ട് കടന്നിരിക്കുക. അപ്പോൾ ഡാഡി പാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പുറത്തിരുന്നു. അത് കഴിഞ്ഞ് വന്നോട് കൂടിയിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ വന്നിരുന്ന് നമ്മളുടെ ടോക്കൺ അനുസരിച്ച് വിളിക്കുമ്പോൾ നമ്മൾ ചെന്ന് ഹൈറ്റ്, വെയിറ്റ്, പിന്നെ പ്രഷർ ഇതെല്ലാതും അവിടെ നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് അങ്ങോട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാര്യങ്ങൾ കൊച്ചു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് കിടക്കുക. അപ്പോൾ സ്വസ്ഥമായിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ AC ആണ്. അപ്പോൾ വേറെ എന്താ പറയുക, ഒരു ബഹളങ്ങളോ തിക്കും തിരക്കൊന്നുമില്ല. എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലോണം തിരക്കുള്ള സ്ഥലമാണ്, പക്ഷേ ഭയങ്കര ക്ലീനായി, എപ്പോഴും ഭയങ്കര ക്ലീനായിട്ട് വളരെ ശാന്തതയിൽ പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. എനിക്കതാണ് ഏറ്റവും, ഒരു ബഹളങ്ങളോ ഒച്ചയോ ഒന്നും കേൾക്കില്ല, വളരെ സൈലൻ്റായിട്ട് എന്നാൽ നല്ല തിരക്കുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും സ്റ്റാഫിൻ്റെ ആയാലും ഈ കുട്ടികളുടെ ആയാലും എല്ലാവരുടെയും പെരുമാറ്റം ഒക്കെ എടുത്ത് പറയേണ്ടത്, എല്ലാം ചിരിച്ച മുഖമായിട്ടാണ് എല്ലാവരുടെയും. ഞാൻ ഇതുപോലെ ആസ്റ്ററിലാണ് ഞാൻ മുമ്പ് പോയിട്ട് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണോ എന്ന്. അത്രയും സൗമ്യതയാണ് അവരുടെ എല്ലാവരുടെയും ഫേസിൽ. അവിടെ ഞങ്ങൾ രണ്ടുപേരും ഡോക്ടറെ കണ്ടതിന് ശേഷം ഫുഡ് മാളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. ഞാൻ നെയ് റോസ്റ്റും ഡാഡി മസാല ദോശയും. അപ്പോൾ ഡാഡിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടം കഴിക്കാൻ മസാല ദോശ, പക്ഷേ കോമഡി അതല്ല, ഡാഡി മസാല കഴിക്കില്ല, ദോശ മാത്രമേ കഴിക്കുള്ളൂ. അവസാനം മസാല ബാക്കി വയ്ക്കും. അപ്പോൾ ഞങ്ങൾ പണ്ട് തൊട്ടേ കളിയാക്കണത് ഡാഡിക്ക് മസാല ദോശ വേണം, പക്ഷേ മസാല കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇതേന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് വേഗം കഴിച്ചിട്ട് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കഴിക്കേണ്ട, വീട്ടിൽ നൂലപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാലും ഇനിയും കുറേ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഞാൻ പള്ളിയിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ലത്തീം പള്ളിയിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതേ സൂൻ്റെ അതിലേ വന്നപ്പോഴാണ് ഭയങ്കര തിരക്ക്. സാധാരണ ശനിയും ഞായറാണ് ഇങ്ങനെ തിരക്ക് കാണുക, പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പോലെ എനിക്ക് തോന്നുന്നു സ്കൂൾ തുറക്കാറായില്ല. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നേക്കണത്, കുട്ടികളല്ല ടീനേജ് കുട്ടികളെയാണ് കണ്ടത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ VCareലേക്കാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെഡിസിൻസ് വാങ്ങിച്ചില്ല, കാരണം VCareയിൽ നിന്ന് ഡീ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിയോട് വീണ്ടും ഡീ പ്രോട്ടീൻ കഴിച്ചു തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കുറേ നാളായിട്ട് നമ്മളത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും അത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഡാഡിക്ക് എൻഷ്യൂറാണ് പറഞ്ഞത് ഡോക്ടർ, പക്ഷേ ഡാഡിക്ക് എൻഷ്യൂറിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമില്ല, ആ ഫ്ലേവർ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഡീ പ്രോട്ടീൻ ആയാലും മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതും ബാക്കി മെഡിസിൻസൊക്കെ വാങ്ങി ഡാഡി വന്നു. ഞാൻ വണ്ടിയിലിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് അക്കിയോട് സംസാരിച്ചു, അങ്ങനെ കുറേ പേരോട് സംസാരിക്കാനുള്ളതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞങ്ങളിതാ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വേറെ എപ്പോഴും കയറി. അപ്പോൾ ഞാൻ ലത്തീം പള്ളി കയറിയിട്ട് എനിക്ക് ഈ മാസം മരിച്ചവർക്കുള്ള കുർബാനയൊന്നും ചൊല്ലിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിക്ക് തിരക്ക്, കാരണം ഇന്ന് 2 മണിക്ക് മുമ്പ് പോസ്റ്റ് ചെയ്യേണ്ട കുറേ സംഭവങ്ങളുണ്ടായിരുന്നു, കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സമയം തെറ്റും. അപ്പോൾ പിന്നെ ഇത് പിന്നെ ആവാമല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി. പിന്നെ ഊണിൻ്റെ നേരത്തെ അവിടെ ചെല്ലണമെന്ന് വെച്ചാൽ ഓഫീസിലുള്ളൊരു ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഉച്ച നേരത്തെ പോണത് വലിയ സുഖമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുക ചെയ്ത്. പിന്നെ വന്ന വഴിക്ക് വേഗം പാക്കിങ്ങും കാര്യങ്ങളും, കാരണം രാവിലെ പോയതല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്താ പറയുക, ഭക്ഷണമൊക്കെ കഴിച്ച് ഡാഡി പോസ്റ്റ് ചെയ്യാൻ പോയി. ഞാൻ തൽക്കാലം ഇത് മാത്രം, ഡാഡി ഇത് ഇട്ട് തന്നു, ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഇട്ടത്. ഇത് നല്ല ഭംഗിയുള്ള ഡ്രോപ്സാണ് കേട്ടോ. ഇത് കാണുമ്പോൾ സ്നേഹേനെ ഓർക്ക്, സ്നേഹയാണ് ഈ ഡ്രോപ്സിൻ്റെ ആൾ കേട്ടോ. എനിക്ക് എന്താ പറയുക, മോളെ പോലെയുള്ളൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പുതിയ റിങ്ങുമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു റിങ്ങുമ്മ, വലിയ റിങ്ങുമ്മ ജിമിക്കി. ഇത് കൊച്ചു റിങ്ങുമ്മ, പലതരം സംഭവങ്ങൾ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ഒരു ഏലസ് പോലെ എന്ന് പറയില്ലേ, അങ്ങനെ ഇളക്കത്താലി പോലെ, ഏലസല്ല കേട്ടോ, സോറി, ഇളക്കത്താലി പോലെ വളരെ കനം കുറഞ്ഞ് കിടക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മെഡിസിൻസൊക്കെ കട്ട് ചെയ്ത് ബോക്സിലിട്ടപ്പോൾ ഡാഡി പറഞ്ഞു ഡാഡി കട്ട് ചെയ്യണ്ട, ഡാഡിക്ക് അത് സൗകര്യം പൊളിച്ചെടുക്കുകയാണെന്ന്. അപ്പോൾ ഡാഡിയുടെ കട്ട് ചെയ്തില്ല, ഞാൻ എൻ്റെതൊക്കെ കട്ട് ചെയ്ത്, കാരണം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിച്ചോ ഇല്ലേ എന്നുള്ളൊരു ഓർമ്മക്കുറവ് വരും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ എടുത്ത് കഴിച്ചു എന്ന് നമുക്ക് ഉറപ്പ് വരും. കാരണം ഒരു കഴിച്ചിട്ട് വീണ്ടും കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടാമതൊരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ അത് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കട്ട് ചെയ്തിടും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ കഴിച്ചു എന്ന് വരുത്താമല്ലോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടാണ്. ഗുളികയും കഴിച്ചല്ലോ, ഇന്നോട്ട് പുതിയ ഗുളികകളാണ്. അപ്പോൾ കഴിച്ചപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോഴാണ് ഡാഡി പോയി വന്നപ്പോൾ പുതിയ സെറ്റ് പേളിൻ്റെയാണ് ഫുള്ള് കൊണ്ടുവന്നത്, പ്ലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇനി അതൊക്കെ ഫോട്ടോസ് എടുത്ത് എന്താ പറയുക, മറ്റേ ഒരു ഫോൾഡറിലാക്കണം, നിങ്ങളെ കാണിക്കണം, പിന്നെ അതാത് ബോക്സുകളിലേക്ക് ആക്കണം. പ്ലേറ്റിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വലിയൊരു പണിയാണ്. പക്ഷേ നമുക്കൊരു സന്തോഷമാണ്. ഫോട്ടോസ് ചില സമയത്ത് എൻ്റെ ഫോൾഡറിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും എനിക്ക് പണി കിട്ടുക കേട്ടോ.
പേളിൻ്റെ അങ്ങനെ പോയി കിടക്കായിരുന്നു. അപ്പം ഞാൻ ആദ്യം കുറേ കൊണ്ടുവന്നതും അവിടെ ഉണ്ടായിരുന്നതും ഒക്കെ ഒന്നേന്ന് വെച്ചെടുത്തു. പക്ഷേ മുഴുവനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. 6 പിടിയുടെ മാലകളൊന്നും ഇല്ല, അല്ലാത്തത് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ പേളിൻ്റെ സെക്ഷൻ കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പേളാണ്. ഇതൊക്കെ വലിയ ബോളാണ്, പക്ഷേ ഇതിൻ്റെ തന്നെ ചെറിയ ബോളും വരുന്നുണ്ട് സെയിം. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ഇന്ന് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണാം ഈ എന്താ പറയുക സ്റ്റാറ്റസ്. പിന്നെ ഇതിലും അപ്പോൾ ഇതിൽ കണ്ടിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് നേരെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ. കുറേ കുട്ടികൾ ഇതിൻ്റെ വില എഴുതാൻ പറയുന്നുണ്ട്. ഞാനിത് വില എഴുതാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണത്. കുട്ടികൾ കുറേ പേര് കൊണ്ടുപോയിട്ട് റീസെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞാനിതിങ്ങനെ പരസ്യമായിട്ട് ഇതിൻ്റെ വില പറയുമ്പോൾ അവർക്ക് ഒരു 10 രൂപ കിട്ടുന്നത് നഷ്ടപ്പെടുത്താനായിട്ട് അതെനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ മാല. ഞാൻ പറഞ്ഞില്ലേ ചെറുതും വലിയതും മണിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിതാണ് കേട്ടോ. പെട്ടെന്ന് കാഴ്ചയിൽ കാണുക. ഞാൻ രണ്ടും കൂടി ഒന്നിച്ചിട്ടത് നിങ്ങൾക്കത് സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ടീനേജ് കുട്ടികൾക്കൊക്കെ നല്ലതാട്ടോ ഇത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ പോലെ കല്യാണത്തിനും ഹൗസ് വാമിങ്ങിനൊക്കെ പോയി ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഈ പേളിൻ്റെ സെറ്റ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാലയാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഈ മാലയൊക്കെ ചുരിദാറിനൊക്കെ ഇടാൻ പറ്റിയ കുഞ്ഞു മാല കേട്ടോ. സാധാരണ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ കൊച്ചു മാലയാണ്. ഇതൊക്കെ പേളാണ്, നല്ല തരം പേളാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഉരുകി പോവുമല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 4 ലെയറാണ് പേൾ തന്നെ, 4 ലെയറാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ എന്താ പറയുക വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ പട്ടുസാരിയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരെണ്ണം അങ്ങനെയൊക്കെ എടുക്കണം കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിനെ ഒന്നെങ്കിൽ ഗോൾഡൻ സ്റ്റഡ് അല്ലെങ്കിൽ ഒരു പേളിൻ്റെ ഒരു സ്റ്റഡും ഒരു പേളിൻ്റെ വളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ സെറ്റായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതും നല്ല ഭംഗിയാണ്. ഇത് 8 പിടിയുടെയാണ്. ഇങ്ങനത്തെയാണ് പല പാറ്റേൺ നമ്മുടെ കയ്യിലുള്ളത്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസ് എടുത്തിട്ടില്ല. ഇത് ഒരെണ്ണം എക്സ്ട്രാ പ്ലേറ്റ് ചെയ്തതിൽ വന്നപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇതല്ല, ഇങ്ങനത്തെ കുറേ ഡിസൈനുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അത് ഞാൻ നാളെ എങ്ങാനും പറ്റിയെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം. കാരണം എല്ലാം കൂടി ഇന്ന് കുറേ നേരം ഇരുന്നിട്ട് എടുത്തപ്പോൾ എനിക്ക് പുറം വേദന എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിർത്തുക ചെയ്തത്. ഇത് വൈറ്റാണ് കേട്ടോ, വൈറ്റാണ്. ഇതിൽ ഇങ്ങനെ എന്താ പറയുക 3 ബോളുള്ളതുണ്ട്, 2 ബോളുള്ളതുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. വൈറ്റാണ്, പേളല്ല. കണ്ടു, ഇത് 2 മുത്തുള്ളതാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഒരേ പാറ്റേൺ ആണെന്ന് തോന്നും, പക്ഷേ ഒരു മുത്തിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ വൈറ്റായിട്ട് തന്നെ കുറേ വരുന്നുണ്ട്, പേളല്ലാണ്ട്. ഇത് വൈറ്റിൽ വരുന്നതാണ് കേട്ടോ, പേളല്ല വൈറ്റാണ്. ഇതും വൈറ്റാണ്. അപ്പോൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പേളല്ല മറ്റേ വൈറ്റായിട്ട് വേണമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ വൈറ്റ് കേട്ടോ. വൈറ്റിൽ തന്നെ കുറേ ഉണ്ട്. അപ്പോൾ കുറേ പേര് വെള്ള പേളുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വെള്ളയും പേളും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെള്ള എന്നുള്ളത് ഇങ്ങനെയാണ്, പേൾ എന്നുള്ളത് വെള്ളയമ ഒരു ചെറിയൊരു ഗ്ലേസിങ് കോട്ടിങ് ഉണ്ട്, അതാണ് പേള് വരുന്നത് കേട്ടോ. ഇത് വേറെ ഒരു നമ്മളുടെ ട്യൂബാണ്. ഇതിൻ്റെ കുറേ കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് ആയതിൻ്റെ പേരിൽ ഈ കൂട്ടത്തിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് 1 ലെയറും 2 ലെയറൊക്കെ ഇടാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഈ ഡബിൾ ലെയർ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഇത് വൈറ്റ് തന്നെ കേട്ടോ. അപ്പോൾ കുറേ എണ്ണം വൈറ്റ് ഉള്ളത് ഞാൻ ഒരുമിച്ച് എടുത്തേക്കാം. കാരണം അപ്പോൾ കാണാനും എന്താ പറയുക സെലക്ട് ചെയ്യാനും എനിക്ക് എടുത്ത് കൊടുക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. ഇത് വൈറ്റ്, ഇതും വൈറ്റ് തന്നെയാണ്. ഇത് സിംഗിൾ ലെയറും ഉണ്ട്, ഡബിൾ ലെയറും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 8 പിടിയാണ് വരുന്നത് കേട്ടോ, ഫുൾ 8 പിടി. അപ്പോൾ നമുക്ക് താലിമാലയുടെ ഒപ്പം വേണമെങ്കിൽ ഇടാവുന്ന പോലെയാണ്. ഇതൊക്കെ 8 പിടിയാണ്. അപ്പോൾ ഇതിൽ കൊളുത്ത് ബാക്കിലേക്ക് ഇട്ടേക്കെ ഞാൻ. അപ്പോൾ കൊളുത്തുമ്പോൾ ഒരു കോയിൻ ഇടുക, അല്ലെങ്കിൽ താലി ഇടുക. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ താലിമാല ഊരിയിട്ട് ഇത് മാത്രമായിട്ട് ഇടാം, ഇല്ലെങ്കിൽ താലിയുടെ കൂടെ ഇത് കോയിൻ ഇട്ടിട്ട് ഒപ്പം ഇടാം. അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടമാനം പേര് ഇതിൻ്റെ ഡബിൾ ലെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റോക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് മുഴുവൻ കേട്ടോ. കാരണം കല്യാണ സീസണും കാര്യങ്ങളൊക്കെ ഇതാ കഴിയാറായി തുടങ്ങി. അപ്പോൾ കണ്ടമാനം പേര് പേള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കുർബാന സ്വീകരണം കാര്യങ്ങൾ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 8 എണ്ണം 9 എണ്ണമൊക്കെ ഒരുപോലെ പോവുമല്ലോ. അങ്ങനെ പോയപ്പോഴാണ് പേളുകൾ കംപ്ലീറ്റ് കഴിഞ്ഞത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ സാധാരണ മുത്തുമാലയുടെ പോലെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് ചുരിദാറിൻ്റെ കൂടെ ആയാലും സാരിയുടെ കൂടെ ആയാലൊക്കെ കഴുത്തിക്ക് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്.
അപ്പോൾ അതിൻ്റെ ഡബിൾ ലെയർ ഉണ്ട്. അപ്പോൾ അങ്ങനെ പേള് ശരിക്കും പറഞ്ഞാൽ കഴിയണില്ല. ഇതൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഇനിയും എൻ്റെ കയ്യിൽ 6 പിടിയുടെ കുറേ കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. പക്ഷേ തൽക്കാലം ഞാൻ ഇതുമേ അങ്ങോട്ട് നിർത്താണ്. കാരണം പറ്റാണ്ടായി കുറേ നേരം. അത് എന്തുണ്ടായെന്ന് വെച്ചാൽ ഡോണും ഡിവൈനും കുട്ടികളും പോയേക്കാം, മറ്റേ നെസ്റ്റോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഡിംപിളും പാച്ചും കിച്ചണിൽ പണികളും കാര്യങ്ങളായിട്ട് നിന്നപ്പോൾ എനിക്ക് നേരം പോണില്ല. അപ്പോൾ ഞാനും ഡാഡിയും കൂടി അവിടെ ഇരുന്ന് ഈ പണിയിലേക്ക് ഏർപ്പെട്ടു. സമയം പോയത് അറിഞ്ഞില്ല. ശരിക്കും 8 മണിക്ക് അവർ വന്നപ്പോഴാണ് ഞാൻ സമയം 8 എന്ന് അറിഞ്ഞത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പുറമേനെ എടുത്ത് തുടങ്ങി. അപ്പം മനസ്സിലായിട്ടോ സമയം കുറേ ആയി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 6 മണിയാകുമ്പോൾ ഇരുന്നിട്ട് 8:30ക്ക് അങ്ങോട്ട് എണീറ്റത് 8:30 9 മണി കഴിഞ്ഞു. ഡോൺ എന്നിട്ട് ഇവരെ ആക്കിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് രണ്ടാമത് തിരിച്ച് വന്നിട്ടാണ് ഞാനിത് ക്ലോസ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഇത്രയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ചോദിക്കുമല്ലോ, ഇതൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടികൾ കൊടുത്തു, സാരികളുടെ മറുപടി കൊടുത്തു. അങ്ങനെ ഓരോ പരിപാടികൾക്ക് ഇരുന്ന് ശരിക്കും 9-9:15 ആയിട്ടുണ്ട് അവിടെ നിന്ന് എണീക്കുമ്പോൾ. അപ്പോൾ ഇത് ഡബിൾ ലെയറാണ്. ഇത് ലക്ഷ്മിയാണ് കേട്ടോ. ഇതുമേ ലക്ഷ്മിയാണുള്ളത്. ഇത് ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ കുറേ പോയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതും ഒരു കോയിൻ ഇട്ടിട്ടിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ 2 ലെയറിൻ്റെ തന്നെ. ഈ 2 ലെയർ കോറലുണ്ട്, ഗോൾഡ് ഉണ്ട്, പിന്നെ കരിമണി ഇല്ല. ഈ 3 പാറ്റേൺ കോറലും ഗോൾഡും പേളുമാണ് കേട്ടോ ഉള്ളത് നമ്മളുടെ കയ്യിൽ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മാലകളാണ്, 8 പിടി തന്നെ. മറ്റേത് ഗോൾഡും ഗോതമ്പ് മണി പോലെയുള്ളതാണെങ്കിൽ ഇത് വെറുതെ. അങ്ങനെ രാത്രി ബട്ടൂരിയും ചാണ മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പേരിന് ഒരു ബട്ടൂര കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് എനിക്ക് വിശന്നു. ഇപ്പോൾ സമയം കുറേ ആയില്ലോ വിശന്നപ്പോൾ ഞാൻ ബ്രെഡും ബട്ടറും ഒരു ഗ്ലാസ് കോഫിയും എടുത്ത് ഉണ്ടാക്കി കുടിച്ചു. എല്ലാവരും കിടന്നു കേട്ടോ. കിടന്നതിന് ശേഷം ഇവർക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാത്തതാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അകത്തേക്ക് കയറാനുള്ള ഇതായി. അപ്പോൾ അന്തരീക്ഷം മൊത്തം അതിൻ്റെ ഇടയിൽ ഒന്ന് കറണ്ട് പോയിട്ട് വന്നു. പക്ഷേ നമ്മളറിഞ്ഞില്ല. അതാണ് പുറത്ത് അത്രയും ഇരുട്ടിട്ടോ. അപ്പോൾ ഞാൻ ഇന്നതേ പുറത്ത് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാത്രങ്ങളും സംഭവങ്ങളും ഒന്നും ഒതുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഇരിക്കണ്ടേ. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കറണ്ട് പോയതാണ് കേട്ടോ. കറണ്ട് പോയിട്ട് വന്നതാണ്. അപ്പോൾ 2 ലൈറ്റിൽ ഒരെണ്ണം കത്തില്ല, ഒരെണ്ണേ കത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. കേക്കിൻ്റെ ബോക്സ് റീഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവർ തന്നെയാണ് എല്ലാം പൊട്ടിച്ച് അതാത് പാത്രങ്ങളിലേക്കൊക്കെ ആക്കിയത് കേട്ടോ. ഞാൻ ആ വഴിക്ക് പോയിട്ടില്ലെന്ന്. അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ വന്ന് എൻ്റെ കാപ്പിയും ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ നാളേക്കുള്ള പരിപാടികളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. പഴം വാങ്ങിയിട്ടുണ്ട്. നാളെ പുട്ടാണ്. അപ്പോൾ പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഡിംപിളാന്ന് തോന്നുന്നുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നും കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഇത് എന്തിനാണ് ആൻറ്റി വെള്ളം വയ്ക്കണേന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും കാണുന്ന ആയിരിക്കില്ല. കാരണം എല്ലാ ദിവസവും ഇത് കാണണമെന്ന് നമുക്ക് നിർബന്ധം പറയാനും പറ്റില്ല. എനിക്ക് അവരാരുടെ സൗകര്യം അനുസരിച്ചല്ലേ അവരാരും കാണാം. അപ്പോൾ അത് ചോദിച്ച മക്കളോടായിട്ട് പറയണതാണ്, വേറെ ഒന്നുമില്ല. ഞാൻ എപ്പോഴോ ഇങ്ങനെ വായിച്ചു, രാത്രിയിൽ നമ്മളൊരു നിറഞ്ഞ ഒരു പാത്രം വെള്ളം വെച്ച് രാവിലെ അത് കണ്ടാൽ ഐശ്വര്യമാണെന്ന്. അപ്പോൾ പിന്നെ ഒരു പാത്രം വെള്ളത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനും അതങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളും അതൊന്ന് ചെയ്ത് നോക്ക്, ചെയ്തില്ലാത്തൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ തല തിരിഞ്ഞിട്ടേ ഇരിക്കണേ. അപ്പോൾ കുട്ടികൾ ഇതിലൊന്നും മെനക്കെടാറില്ല. അപ്പോൾ ഞാനാണ് ഇതിൻ്റെയൊക്കെ ആൾ. അപ്പോൾ ഞാൻ നേരെ കൊണ്ടുവന്ന് അവിടെ വെച്ചു. ഞാൻ നേരെ വെച്ചാലല്ലേ അവർക്ക് തല തിരിച്ച് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ പുട്ട്, നല്ല പുട്ട്. എനിക്ക് തോന്നുന്നു ചോളപ്പുട്ടാന്ന് തോന്നുന്നുണ്ട്. എന്തിട്ട് പുട്ടാണോ എനിക്കറിയില്ല, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നണേ. അപ്പോൾ ഇവരെല്ലാവരും കിടന്നുട്ടാ. ഞാൻ സത്യം പറഞ്ഞ് ഈ വശത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആ കോഫിയും കൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് പോയി. കാരണം ഇന്ന് മാസാവസാനമാണ്. കണക്കും കാര്യങ്ങളൊക്കെ എഴുതി മുട്ടിച്ച് ഒക്കെ നമ്മൾ നോക്കണ്ടേ. നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ചില ദിവസം നമുക്ക് ഉറക്കൊളിക്കേണ്ടി വരും, ചില ദിവസം എന്താ പറയുക നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കണം. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഉറക്കത്തിൻ്റെ കാര്യം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 7 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളൂ. അപ്പോൾ അത് ഇത്തിരി ലേറ്റ് ആകുമ്പോൾ അതനുസരിച്ച് ലേറ്റായിട്ട് എണീറ്റാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എണീക്കൽ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നാലും ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് പറ്റണില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടേക്കാം. പക്ഷേ ഞാൻ ഇത് ഒതുക്കാൻ നിന്നാൽ ഇനിയും എൻ്റെ ഒരു അരമണിക്കൂർ പോവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെ. കാരണം നമുക്ക് ആവതുണ്ടാകുമ്പോൾ നമ്മൾ ഉഷാറാവുമ്പോൾ നമുക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ ദിവസവും രാത്രി ഞാൻ എന്താ പറയുക ഭയങ്കര ഭംഗിയിൽ സെറ്റപ്പെല്ലാം ഇട്ടിട്ട് കിടക്കണത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പറ്റണില്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അങ്ങനെ ഡോൺ ഞാൻ പറഞ്ഞില്ലേ രാത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വണ്ടിയുടെ RC ബുക്കും കാര്യങ്ങളൊക്കെ നടയിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ശീലം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ശീലം നല്ലതാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് തമ്പുരാൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോൾ അതിനൊരു എന്താ പറയുക ഒരു അനുഗ്രഹവും ഒക്കെ ഉണ്ടാവും എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി നാളെ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.